നമസ്കാരം. എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വെഞ്ഞാറമൂട് അരങ്ങേറിയ കൂട്ടക്കൊലപാതകത്തിൽ വില്ലെത്തി ഉമ്മയോ? മകനെ കൊണ്ട് ഈ ക്രൂരത ചെയ്യിപ്പിച്ചത് ഉമ്മയാണ്. എന്തായാലും നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള സാഹചര്യം ഇപ്പോൾ ഏറെക്കുറെ പുറത്തു വന്നിട്ടുണ്ട്. പ്രവാസിയായ അഫാന്റെ പിതാവ് നാട്ടിലെത്തിയപ്പോഴാണ് സംഭവങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തത കിട്ടിയത് എന്നതാണ് സത്യം. ഇത്രയും വലിയ കടബാധ്യത മകനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നതായി തനിക്കറിയില്ല എന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്. ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടാക്കിയത്. കൂടാതെ സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ പോലീസിന് നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് എത്തിയ പിതാവ് റഹീം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് അഫാൻ പറയുന്നത് പോലെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് ഇല്ലെന്നായിരുന്നു. അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ്. അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായി ഇടപാടുള്ളവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കടബാധ്യത പോലീസ് സ്ഥിരീകരിച്ചത്. 15 ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമെന്നുമായിരുന്നു റഹീം പറഞ്ഞത്. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് കടങ്ങൾ യാതൊന്നും തന്നെ നിലവിലില്ല. കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാൻ അഫാന് ദിവസങ്ങൾക്ക് മുമ്പ് 60,000 രൂപ അയച്ചു കൊടുത്തിരുന്നുവെന്നും പിതാവ് വ്യക്തമാക്കി. സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പും മകനോട് സംസാരിച്ചിരുന്നു. പണം കടം കൊടുക്കാനുള്ളവരുടെ പേരെഴുതി ഷെമിയുടെ ഡയറി പോലീസിന് കിട്ടിയെന്നാണ് വിവരം. അമ്മ ഷെമിയെ ആക്രമിച്ചതും സൽമ ബീബി, ലത്തീഫ് ഭാര്യ ഷാജിദ ബീബി എന്നിവരെ കൊല ചെയ്തതായി ഫർസാനയോട് അഫാൻ പറഞ്ഞിരുന്നു. സാമ്പത്തിക ബാധ്യതയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഫർസാനയെ അറിയിച്ചിരുന്നു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരഞ്ഞുകൊണ്ടാണ് ഫർസാന ചോദിച്ചതിന് പിന്നാലെ ചുറ്റിക കൊണ്ട് ക്രൂരമായി അടിക്കുകയായിരുന്നു. കൊല ചെയ്യുന്നതിന് മുമ്പ് സഹോദരൻ അഫ്സാനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇരുവരെയും കൊലപ്പെടുത്താനുള്ള ധൈര്യം ലഭിക്കാനാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കടബാധ്യതയ്ക്ക് കാരണം ഉമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് സൽമ ബീബിയെ കൊലപ്പെടുത്താൻ കാരണമായി പറയുന്നത്. പുതിയ ബൈക്ക് വാങ്ങിയത് ഉൾപ്പെടെ തന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തിയതിനാണ് പിതൃ സഹോദരനായ ലത്തീഫിനെ കൊന്നത്. ലത്തീഫിന്റെ ഭാര്യ ഷാജിദ ബീബിയെ കൊല്ലുമെന്ന് ലക്ഷ്യമുണ്ടായിരുന്നില്ല. ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറഞ്ഞാൽ തുടർ കൊലപാതകങ്ങൾ തടസ്സപ്പെട്ടാലോ എന്ന് കരുതിയാണ് ഷാജിദയും കൊലപ്പെടുത്തിയത്. കുടുംബത്തിനായി കഷ്ടപ്പെടാൻ വിദേശത്തായി പോകുന്ന വിദേശികൾ അവിടെ ഇരുന്ന് അയച്ചു തരുന്ന പണം എല്ലാം ദൂർത്തടിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ഈ സംഭവം. നമ്മുടെ വരുമാനത്തിന് അനുസരിച്ച് ചെലവ് നടത്താം. വരുമാനത്തിന്റെ 40% മാറ്റിവെക്കണം. 60% മാത്രമേ ചെലവുകൾക്കായി ഉപയോഗിക്കാനും പാടുള്ളൂ. എന്തായാലും ഈ സംഭവത്തോടെ പ്രവാസികൾ ഒരു വലിയ പാഠം പഠിക്കുകയാണ്. വീട്ടിലുള്ളവരെ വരുമാനത്തിന് അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുക. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള ഒരു മുൻകരുതൽ അത്യാവശ്യമാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.